നീ ഒരു പോരാളിയാണെന്ന് കരുതിയിരുന്നു. നീ ഇത്ര പെട്ടെന്ന് തോറ്റെന്റെ മുൻപിൽ തലകുനിക്കുമെന്ന് കരുതിയില്ല. ദേവതകൾ ഇതിലും ഭേദമാണ്. ഞങ്ങൾ രാക്ഷസർക്ക് മുൻപിൽ അവർ പെട്ടെന്ന് തോൽവി സമ്മതിക്കുന്നവരല്ല. നാഗലോകത്തുള്ളവർ ഇത്രയും ദുർബലരോ? നിന്നെ ഇങ്ങനെ നോക്കി നിന്നാൽ സന്യാസികൾക്ക് പോലും ആസക്തി ഉണ്ടാകും. പിന്നെയാണോ കേവലം അസുരനായ എനിക്ക്? എന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് നീ തന്നെ വേണം. എന്നെ സംഹരിക്കുക എന്നത് മാത്രമായിരുന്നു നിന്റെ ഉദ്ദേശമെങ്കിൽ ഒരുപക്ഷെ നിന്നെ കൊണ്ടത് കഴിഞ്ഞേനെ. എന്നാൽ നീ എന്റെ മാനം നശിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഒരു കാരണവശാലും തോറ്റു തരില്ല. എന്റെ ജീവൻ പോയാലും ശരി, നിന്നെ ഞാൻ ഒരു കാരണവശാലും വെറുതെ വിടില്ല. ഓം നമഃ ശിവായ. മൃത്യുഞ്ജയ, മൃത്യുഞ്ജയ. മൃത്യുഞ്ജയ, മൃത്യുഞ്ജയ. എന്താണിത്? ഞാൻ കൊല്ലാൻ നോക്കും തോറും അവൻ രക്ഷപ്പെട്ടു വരികയാണല്ലോ. എന്താണിങ്ങനെ സംഭവിക്കുന്നത്? ഇതാണ് എന്റെ ശക്തി. എന്റെ രക്തം ഭൂമിയിൽ വീഴുന്നത്ര എന്റെ രൂപങ്ങൾ ജനിച്ചുകൊണ്ടിരിക്കും. എനിക്ക് മരണമില്ല. മരണത്തെ കീഴടക്കുന്ന മൃത്യുഞ്ജയനാണ് ഞാൻ. മൃത്യുഞ്ജയ, മൃത്യുഞ്ജയ. മൃത്യുഞ്ജയ, 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 മൃത്യുഞ്ജയ.
ശിവാനി ഇത്രയും ദൂരത്തേക്ക് എന്തിനാ വന്നേ? ഇനി ആരെങ്കിലും പിടിച്ചോണ്ട് വന്നതായിരിക്കും. ആരായിരിക്കും ഇപ്പൊ അവളങ്ങനെ കൊണ്ടുപോവാൻ? ഇനിയിപ്പോ എന്നിൽ നിന്ന് രക്ഷപ്പെടാനായിരിക്കും ഇത്രയും ദൂരത്തേക്ക് അവൾ വന്നത്. ശിവാനി എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത്രയും ദൂരത്തേക്ക് വന്നല്ലേ? ശിവാനി, ശിവാനി, നീ എങ്ങോട്ട് ഓടി രക്ഷപ്പെട്ടാലും ശരി, ഞാൻ നിന്റെ പുറകെ നിഴല് പോലെ ഉണ്ടാവും. എന്റെ സ്വന്തമാക്കിയിരിക്കും ഞാൻ നിന്നെ. മഹാമായേ, ഈ ഭക്തന്റെ സങ്കടം നീ കേൾക്കുന്നില്ലേ? ദയവ് ചെയ്ത് എന്റെ ശിവാനി അവിടുന്ന് രക്ഷിച്ചാലും. ഇതിനോടകം തന്നെ ഒരു തവണ ശിവാനിയിൽ നിന്നും ഒരുപാട് അകന്ന് ഇത്രയും വർഷങ്ങൾ ദിശയില്ലാതെ ഞാൻ അലഞ്ഞു. ഇപ്പോൾ പരമേശ്വരന്റെ കൃപ കാരണം ശിവാനിയെ എനിക്ക് വീണ്ടും ലഭിച്ചിരിക്കുകയാണ്. ദയവ് ചെയ്ത് മഹാമായേ, അവളെ എന്നിൽ നിന്നും വീണ്ടും അകറ്റരുത്. എന്നെയും ശിവാനിയെയും രക്ഷിച്ചാലും അമ്മേ. അവളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടിൽ നിന്നും അവളെ രക്ഷിച്ചെടുത്താലും അമ്മേ. ഈ ബ്രഹ്മാണ്ടത്തിൽ തന്നെ ഏറ്റവും ശക്തിശാലി നീയാണ്. 10 മഹാശക്തികൾക്ക് സമമാണ് നിങ്ങളുടെ ശക്തി. രൗദ്രരൂപി, രുദ്രമാലിനി, രക്തബീജാക്ഷരി, മംഗളാദേവി, ശാരദമാതാവ്, മൂകാംബിക, യല്ലമ്മ, ചണ്ഡി, ചാമുണ്ഡി, ചൗഡേശ്വരി, അന്നപൂർണേശ്വരി, ദുർഗാ പരമേശ്വരി, ബനശങ്കരി. ഭക്തരെ കഷ്ടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന മഹാദേവി, മഹാമായി, രക്താംബരി. വിഷ്ണുവിന്റെ അംശമുള്ള വൈഷ്ണവി, അസുര വിനാശിനി, ഭക്തപ്രദായിനി, കമലസ്ഥിത കമലാലയെ, തൃക്കണ്ണിൽ സൂര്യൻ, ചന്ദ്രൻ, അഗ്നി ഇവ കൊണ്ടു നടക്കുന്ന മഹാമായെ. നിന്റെ കരുണാദൃഷ്ടി എന്റെ ശിവാനിയിൽ ചെന്ന് പതിക്കട്ടെ. പരമേശ്വരന്റെ അർദ്ധാംഗി, അർദ്ധനാരീശ്വരി. ഞങ്ങളുടെ നാഗലോകത്തിൽ നിങ്ങളുടെ പതി പരമേശ്വരനാണ് ആരാധ്യ ദൈവം. അമ്മേ, മുക്കണ്ണനെ വിശ്വസിച്ചിരിക്കുന്ന എന്റെ ശിവാനിയെ നിങ്ങൾ രക്ഷിച്ചെടുത്തേ മതിയാവൂ. രക്ഷിക്കൂ മഹാമായെ, രക്ഷിക്കൂ. ലൈഫിൽ ഇങ്ങനെ ഒരു സ്ഥലം ഞാൻ കണ്ടിട്ടേയില്ല. ശിവാനി ഇത്രയും ദൂരത്തേക്കാണ് വന്നിരിക്കുന്നതെങ്കിൽ എന്തോ സ്ട്രോങ് ആയ റീസൺ അതിന് പിന്നിൽ ഉണ്ടായിരിക്കും. എനിക്ക് ഇത്രയൊക്കെ ശക്തി ഉണ്ടായിട്ടും അവളെ എനിക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നില്ല. എന്റെ ശക്തികളെ വെല്ലുവിളിക്കുന്ന പോലെയായത്. നോ നോ, എന്റെ ശക്തികളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ശിവാനി എനിക്ക് നേടിയെടുത്തേ പറ്റൂ. ഇച്ഛാധാരി നാഗറാണി, തീരുമാനത്തിന് ഇനിയും സമയമുണ്ട്. ഞാൻ നിന്നെ ബലം പ്രയോഗിച്ച് നേടുന്നതിനേക്കാൾ നല്ലത് നീ തന്നെ എന്റേതായി മാറുന്നതാണ്. നിനക്ക് പ്രാണൻ ഭിക്ഷയായി തരാം. നിന്റെ പ്രാണഭിക്ഷ ആർക്ക് വേണം? ഈ പോരാട്ടത്തിൽ വീരമരണം പ്രാപിച്ചാലും നിന്റെ പ്രാണഭിക്ഷ എനിക്ക് വേണ്ട. വീരമരണമോ? വീരമരണമല്ല, ഈ മായാസുരൻ നിനക്ക് സുഖമരണം തരും. ഇച്ഛാധാരി നാഗ നാഗ നാഗറാണി.
ചാമുണ്ടി, അന്യായമാണ്, ഇത് അന്യായമാണ്. ഞാൻ പോരാടുന്നത് ഇച്ഛാധാരി നാഗറാണിയോടാണ്. ഇത് നാഗലോകവും രാക്ഷസന്മാരും തമ്മിലുള്ള യുദ്ധമാണ്. ഇവിടേക്ക് ദേവലോകത്തുള്ളവർക്ക് പ്രവേശനമില്ല. സ്ത്രീയുടെ മേലെ ആക്രമണം നടക്കുമ്പോൾ അവളുടെ അകത്ത് നിന്നൊരു ചാമുണ്ടി ജനിക്കും. അവളുടെ രൗദ്രരൂപത്തിന്റെ ദർശനവും ഉണ്ടാകും. ഇച്ഛാധാരി നാഗറാണി തോൽക്കുമെന്ന ഭയം തോന്നുന്നുണ്ടോ? അതിനായി ദേവതയുടെ വേഷം കെട്ടി വന്നതാണോ? എന്നെ ചതിക്കാൻ നോക്കുന്നോ? അന്യായം തുടങ്ങി വെച്ചതേ നീയാണ്. ഒരു സ്ത്രീയെ ദേവതയായി പൂജിക്കുന്ന ഈ ഭൂമിയിൽ നിന്നെപ്പോലുള്ള രാക്ഷസർ കാരണം സ്ത്രീ സുരക്ഷിതയല്ലാതായിരിക്കുന്നു. വേഷം കെട്ടി വന്നവളല്ല, സുഭദ്രയാണ് ഞാൻ. അതിനർത്ഥം നീ എന്നോട് പോരാടാൻ തീരുമാനിച്ചു എന്നാണ്. എങ്കിൽ അങ്ങനെ തന്നെ. ഈ മായാസുരനെ തോൽപ്പിക്കുക എളുപ്പമല്ല. സമസ്ത ലോകത്തിലും എന്റെ ശക്തിയെപ്പറ്റി അറിവില്ല. ഇന്നതെല്ലാവരും അറിയട്ടെ. ഇനി നിന്റെ മായാശക്തികൾ കൊണ്ട് ഒരു പ്രയോജനവുമില്ല മായാസുര. നിന്റെ സംഹാരം ഉറപ്പാണ്. ഇന്ന് അഷ്ടമിയാണ്. ഇന്ന് ഈ പ്രപഞ്ചത്തിലെ എല്ലാ ദുഷ്ടശക്തികളും എല്ലാ രീതിയിലും എന്നിൽ അലിഞ്ഞില്ലാതാവുന്നതാണ്, സമാധിയാവുന്നതാണ്. സ്ത്രീ ശക്തിയെ ബുദ്ധിമുട്ടിച്ചാൽ മരണം ഉറപ്പാണെന്നുള്ള കാര്യം ഈ ലോകത്തിന് തന്നെ ഞാൻ കാണിച്ചു കൊടുക്കാം. ഇത് അന്യായമാണ്. നീലകണ്ഠൻ എനിക്ക് നൽകിയ രക്തബീജാസുര വരം ഇപ്പോൾ ഫലിക്കുന്നില്ല. ആ നീലകണ്ഠനും നിങ്ങളും ചേർന്ന് എന്നെ ഇപ്പോൾ വഞ്ചിച്ചിരിക്കുകയാണ്. പരമേശ്വരൻ വരം തന്നിരിക്കുന്നത് ലോകത്തിന്റെ നന്മയ്ക്കായാണ്. എന്നാൽ നീ നിന്റെ സ്വാർത്ഥതയ്ക്കായാണ് അത് ഉപയോഗിക്കുന്നത്. സ്വാർത്ഥതയുടെ സംഹാരത്തിനും നിസ്വാർത്ഥതയുടെ നിലനിൽപ്പിനുമായാണ് എന്റെ ഈ അവതാരം. സ്ത്രീയുടെ മഹത്വം അറിയാത്ത മൂഢനാണ് നീ. ഇന്ന് നിനക്ക് ആ സ്ത്രീയുടെ സാമർത്ഥ്യം എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. എങ്ങനെ ഒരു പെണ്ണ് ശാന്തസ്വരൂപിയും സ്നേഹനിധിയുമാകുന്നുവോ അതുപോലെ ദുഷ്ടരെ സംഹരിക്കുന്ന ചാമുണ്ടിയാകാനും സാധിക്കുന്നതാണ്. ഓരോ സ്ത്രീയിലുമുള്ള ചാമുണ്ടിയുടെ സാമർത്ഥ്യം എന്താണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം. പെണ്ണിനെ ബഹുമാനിക്കാൻ അറിയാത്തവന് എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന് കണ്ടോളൂ. ഇത് ഈ ഭൂമിയിലുള്ള എല്ലാവരും സ്മരണയിൽ വെക്കേണ്ട കാര്യമാണ്. അഹങ്കാരത്തെ സംഹരിക്കുന്നവളാണ് ഞാൻ. ഓരോ ആരംഭത്തിന്റെയും സൂത്രധാരിയും ഞാനാണ്. അനർത്ഥം തലപൊക്കുമ്പോഴെല്ലാം അതിനെ ഞാൻ ഇല്ലാതാക്കിയിരിക്കും. ഓരോ സൃഷ്ടിയുടെയും ജന്മാണുവാണ് ഞാൻ. കർമ്മം ഞാനാണ്, മോക്ഷവും ഞാനാണ്. ഈ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിയും എന്നിലാണ് അലിയേണ്ടത്, ഞാനാലാണ് സമാപ്തമാകേണ്ടത്.
അസാധ്യം, ഇത് അസാധ്യമാണ്. എന്താ കാര്യം ബാബ? നാഗലോകത്തുള്ളവരെ സംഹരിക്കുവാനായി പറഞ്ഞുവിട്ട മായാസുരൻ പരാജയപ്പെട്ടിരിക്കുന്നു.